നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. താമസം നിഷേധിക്കരുതെന്ന ഇടുക്കി സബ് കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും 5 മക്കളുടെ അമ്മയ്ക്ക് തലചായ്ക്കാൻ ഇടമില്ല. അമ്മ വരുന്നതറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ മകനും ഭാര്യയും വീട് പൂട്ടി സ്ഥലം വിട്ടു. വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട മുനിയറയിലാണ് സംഭവം. കല്ലേപ്പുളിക്കൽ പരേതനായ വേലായുധന്റെ ഭാര്യ പങ്കജാക്ഷിക്കാണ് ദുരവസ്ഥ. 5 മക്കളുള്ള കുടുംബമാണ് പങ്കജാക്ഷിയുടേത്. കഴിഞ്ഞ ജനുവരി 3-ന് ഭർത്താവ് വേലായുധൻ മരിച്ചു. 2 പതിറ്റാണ്ടിൽ കൂടുതലായി വേലായുധനും പങ്കജാക്ഷിയും തറവാട്ട് വീടായ ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ ഇളയ മകനൊപ്പമാണ് താമസം. മക്കൾക്കെല്ലാം സ്വത്തിന്റെയും വീതം കൊടുത്തതാണ്. വേലായുധന്റെയും പങ്കജാക്ഷിയുടെയും അവകാശം ഈ കുടുംബത്തിനോടൊപ്പമാണ്. വീട് പുതുക്കി പണിയുവാൻ പോവുകയാണെന്നും അതിനാൽ അമ്മ കുറച്ചു ദിവസം മകളുടെ വീട്ടിൽ പോയി നിൽക്കണമെന്നും അടുത്തിടെ സുരേഷ് പറഞ്ഞു. ഇത് പ്രകാരം പങ്കജാക്ഷി മകളുടെ വീട്ടിലെത്തി. അവിടെ വെച്ച് മകൻ തന്നെ ഉപദ്രവിച്ചെന്നും വീട്ടിൽ നിന്നും ഒഴിവാക്കുവാൻ ശ്രമിച്ചെന്നും പങ്കജാക്ഷി ഇടുക്കി സബ് കളക്ടർക്ക് പരാതി നൽകി. പങ്കജാക്ഷിക്ക് വീടിന്റെ താഴത്തെ നിലയിൽ താമസിക്കുന്നതിന് സൗകര്യമൊരുക്കണമെന്നും ഭൂമിയിലെ ആദായമെടുക്കുവാൻ അവകാശമുണ്ടെന്നും ഇതിനായി പോലീസ് സഹായം നൽകണമെന്നും സബ് കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഇത് പ്രകാരം കഴിഞ്ഞ ദിവസം പങ്കജാക്ഷി മുനിയറയിലെ വീട്ടിലെത്തി. ഈ സമയം വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. അമ്മ വരുന്നതറിഞ്ഞ് സുരേഷും ഭാര്യയും വീട് പൂട്ടി സ്ഥലം വിട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. ഇതോടെ പങ്കജാക്ഷിയുടെ മറ്റ് 2 ആൺമക്കളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. സംഭവം പറഞ്ഞ് വെള്ളത്തൂവൽ പോലീസ് സ്ഥലത്തെത്തി. സുരേഷിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ പങ്കജാക്ഷിക്ക് നാട്ടുകാർ താൽക്കാലിക താമസ സൗകര്യം ഒരുക്കി. ചൊവ്വാഴ്ച സുരേഷിനെയും കുടുംബത്തെയും ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്നും പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ സബ് കളക്ടറുടെ പ്രത്യേക ഉത്തരവ് വീണ്ടും വാങ്ങി നടപടി സ്വീകരിക്കുമെന്നും ഇടുക്കി ഡിവൈഎസ്പി പറഞ്ഞു.